അതിശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്കെന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുസരിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് തന്നെ അറിഞ്ഞും അറിയാതെയും ചോദിച്ചു പോകുന്ന ഒന്നാണ്: ദൈവമേ, ഇത് എന്തൊരു പരീക്ഷണമാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു? ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കാം, നല്ല സമ്പത്തുണ്ടായിരിക്കാം. എന്നാൽ ചില പരീക്ഷകൾ ജീവിതത്തിൽ വന്നു പോകുമ്പോൾ ഭയപ്പെടരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കണം, ആരാധിക്കണം. ദൈവത്തിന്റെ ദാസരെ കണ്ട് അനുഗ്രഹം പ്രാപിക്കണം, പ്രാർത്ഥിക്കണം. ചിലർ പറയാറുണ്ട്, ദൈവത്തിന്റെ പ്രവാചകരെ, ദൈവദാസരെ ആവശ്യമില്ല, നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന്. എന്നാൽ വചനം വ്യക്തമാക്കുന്നു, ദൈവം തന്റെ ദാസർക്ക് വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സ്നേഹമുള്ളവരെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ എന്നു പേരുള്ള വ്യക്തി ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. നാമാന്റെ ഭാര്യയുടെ പരിചാരികയായിരുന്ന ഒരു പെൺകുട്ടി നാമാന്റെ ഭാര്യയോട് പറഞ്ഞു, സമരിയായിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ സൈന്യാധിപനായിരുന്ന നാമാന്റെ കുഷ്ഠം അവൻ മാറ്റുമായിരുന്നു. സ്നേഹമുള്ളവരെ, 2 പത്രോസ് 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു: പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. സ്നേഹമുള്ളവരെ, പഴയ കാലത്തെന്ന പോലെ ഇന്നും ദൈവം പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസരിലൂടെ സംസാരിക്കുന്നു. ഇന്നും ദൈവം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്കെന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. വചനം വ്യക്തമാക്കുന്നു, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെന്നാണ്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. അവിടുത്തെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. യേശുവിന്റെ കൂടെ നമുക്ക് ചേർക്കാം. യേശുവിന്റെ കൂടെ ഹല്ലേലൂയ. ദിനവും യേശുവിന്റെ ചാരേ ജീസസ്. ദിനവും
ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ അങ്ങയുടെ കൂടെ നടക്കുവാൻ കർത്താവേ ദിനവും യേശുവിന്റെ ചാരെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയരേ യേശുവേ. യേശുനാഥ ഹല്ലേലൂയ. പിരിയാൻ കഴിയില്ലെനിക്ക് ഇല്ല കർത്താവേ. പ്രിയരേ യേശുവേ യേശുനാഥ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഓ ഗ്ലോറി. സ്നേഹിക്കുന്നേ 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 യേശുവേ. ഓ ജീസസ്. സ്നേഹിക്കുന്നേ ഹല്ലേലൂയ കർത്താവേ. സ്നേഹിക്കുന്നേ പത്തിരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരുന്നപ്പ. സ്നേഹിക്കുന്നേ യേശുവേ. ഓ ജീസസ്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. തിരുവചനം വ്യക്തമാക്കുന്നു, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ചേർന്ന് പറയാം, കർത്താവേ, അങ്ങേ പിരിഞ്ഞെനിക്ക് യാതൊന്നും ഇല്ല നാഥ. അങ്ങേ പിരിഞ്ഞും ജീസസ്. അങ്ങേ മറന്നു ഓ ഗ്ലോറി. യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങേ അല്ലാതെ കർത്താവേ അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ല കർത്താവേ. ഇല്ലല്ലോ ഈ ധരയിൽ. ഓ ജീസസ്. ചേർന്ന് പറയാം, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ല കർത്താവേ. ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ല കർത്താവേ. ഇല്ലല്ലോ ഈ ധരയിൽ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നാഥ. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ യേശുവേ. നല്ല കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നാഥ. സ്നേഹിക്കുന്നേ ജീസസ്. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. ഓ ജീസസ്. തിരുവചനം വ്യക്തമാക്കുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രത്യാശയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മളെ കൈവിടാത്ത ദൈവമാണ്. നാം എവിടെയെല്ലാം വീണുപോയോ അവിടെയെല്ലാം നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് നസ്രായനായ യേശു ക്രിസ്തുവാണ്. നമുക്ക് ചേർന്ന് പറയാം, ഞാൻ തൃപ്തനല്ല കർത്താവേ, എന്റെ ദാഹം മുഴുവനും അങ്ങിലാണ്. എന്റെ ദാഹം നിന്നിൽ തന്നെ. ഹല്ലേലൂയ. ജീവൻ നൽകുന്ന കർത്താവേ, ജീവൻ നൽകിടും ഹല്ലേലൂയ. ജീവന്റെ അപ്പം നീ. ജീസസ്. ദാഹം തീർക്കും ജീവനദിയേ. ഓ ആരാധന കർത്താവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം എന്റെ അങ്ങിൽ തന്നെ കർത്താവേ. ദാഹത്തിൽ തന്നെ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. ജീസസ്. നേസിக்கிறേ 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 യേശയ്യാ. നേസിக்கிறേ ഹല്ലേലൂയ. നേസിக்கிறേ നേസിக்கிறേ യേശയ്യാ. കർത്താവേ, ദിനവും അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, ഉന്നോട് ചേർന്ന് അങ്ങയുടെ ചാരി നിൽക്കുവാൻ കർത്താവേ. കുമ്മാറിൽ സാய்ந்து ഹല്ലേലൂയ. ദിനവും
முடியாத அன்பே உயிரே என்னே சுராஜா ജീസസ് യേശുവേ முடியாத அன்பே உயிரே என்னே சுராஜா ഹല്ലേലൂയ நேசிக்கிறேன் 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 യേശുവേ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നു സകലത്തിനും മേലായി സർവശക്തനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരും. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. നാഥാ, കരുതലിനെ ഓർത്ത് നന്ദി. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.